ആട് കണ്ടു, ദുരന്തരം കണ്ടു. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ട് പടത്തിനെ കുറിച്ചല്ല. തമിഴിൽ കഴിഞ്ഞ ആഴ്ച റിലീസായ വേറൊരു പടമുണ്ട്, യൂത്ത്. ഈ ഒരു പടം കാണണമെന്ന് ഫസ്റ്റ് മനസ്സിൽ വിചാരിച്ചത് തന്നെ ഇതിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ സോങ്ങോ ട്രെൻഡിങ് ആയതൊന്നും കണ്ടിട്ടില്ല. ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആദ്യം ഒരു പ്രൊമോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. GB പ്രകാശാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കെന്നിൻ്റെ ഗ്യാങ്ങും ഒക്കെ വെച്ചിട്ടൊരു പ്രൊമോ. അത് കണ്ടപ്പോൾ തോന്നിയതാണ് പുള്ളിയുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റെഫുള്ള ആളാണ് ഉള്ളത്. അതുകൊണ്ടാണ് ആ പടത്തിന് എങ്ങനെയായാലും റിവ്യൂ നോക്കാതെ പോകുമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ പടം റിലീസായി ഫസ്റ്റ് ഡേ കാണാൻ പറ്റില്ല. അപ്പോൾ റിവ്യൂ നോക്കുമ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ജേണർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടൊരു ജേണറാണ് അത്. പിന്നെ ഇതിൻ്റെ ഒരു സ്കൂൾ റൊമാൻസ്, ഒരു റോം കോം, പിന്നെ ഒരു ഫീൽ ഗുഡ്, ആ ഒരു ടൈപ്പിൽ വരുന്നൊരു പടമാണ്. ഇപ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും നമ്മുടെ തമിഴ്നാടൻ കരുണാസിൻ്റെ മകൻ കെന്നാണ് സിനിമയുടെ നായകൻ, പുള്ളി തന്നെയാണ്. പിന്നെ നമ്മുടെ സുരാജേട്ടനുണ്ട്, മലയാളത്തിൽ അന്വേഷണയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് നല്ല കാസ്റ്റിംഗ് ഉണ്ട്. പടത്തിൻ്റെ മൊത്തം സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു ബോയ് അത്യാവശ്യം അലസനായി നടക്കുന്ന ഒരു പയ്യൻ അവൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അവന് ലൈഫിലുണ്ടായിരുന്ന കുറച്ച് പ്രണയങ്ങളും അവൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം തമിഴ് കോമഡി മൂവീസ്, നിങ്ങൾ ഈ മറ്റേ ലവ് ടുഡേ പോലത്തെ പടങ്ങളോ അല്ല അങ്ങനത്തെ പടങ്ങളൊക്കെ എൻജോയ് ചെയ്ത് കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. അതൊരു പക്ക എൻ്റർടൈനർ പടമാണ്. ഫസ്റ്റ് ഹാഫൊക്കെ ചിരിച്ചു മരിക്കാനുള്ള പടമുണ്ട്. സോ നിങ്ങളുടെ തിയേറ്ററിന് അടുത്തുള്ള തിയേറ്ററുകളിൽ ഇത് പടം ഉണ്ടെങ്കിൽ മിസ് ചെയ്യാതിരിക്കുക. കാരണം OTT വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ പോകുന്നൊരു പടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.